അപ്പോൾ നമുക്കിന്ന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സസൈസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസിലെ 21st ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊസീക് എക്സ് കോട്ട് എക്സ് ഈ രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണുള്ളത്. കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin x ആണ്. കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊസീക് എക്സിനെ 1/sin x മൈനസ് കോട്ട് എക്സിനെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമുക്ക് ന്യൂമറേറ്ററിനെ ഒരുമിച്ച് എടുക്കാം. 1 മൈനസ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. ഓക്കെ, 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അല്ലേ? അതുപോലെ സൈൻ എക്സിനെ എങ്ങനെ എഴുതാം? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് എന്താവും? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. അതായത് ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്താണ്? 1 മൈനസ് കോസ് 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് എന്നാണ്. അപ്പോൾ 2x വരുമ്പോൾ നേരെ ഹാഫ് 2 സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. സോ നേരെ ഹാഫ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അതുപോലെ തന്നെ സൈൻ എക്സിൻ്റെ കേസിലും സൈൻ 2x നമുക്കറിയാം 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഓക്കെ ആണല്ലോ? ഓക്കെ, 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഇനി ഇവിടെ നമുക്ക് 2 കട്ടായിപ്പോവും. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 സൈൻ എക്സ് ബൈ 2 ഇത് കട്ടായിപ്പോവും. ബാക്കി എന്താ ഉള്ളത്? സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2 എന്ന് പറയുമ്പം ടാൻ എക്സ് ബൈ 2. ഓക്കെ, ടാൻ എക്സ് ബൈ 2. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ടാൻ 0/2 എന്ന് പറഞ്ഞാൽ 0. ടാൻ 0 എന്താണ്? 0 ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 22nd ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ ഗിവൺ ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 ആണ് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 ടാൻ 2x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് പൈ ബൈ 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ടാൻ പൈ ബൈ 2 കട്ടായിപ്പോൾ ടാൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. താഴെ ഡിവൈഡഡ് ബൈ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ അഗൈൻ 0 വരും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് മൈനസ് പൈ ബൈ 2വിനെ വൈ ആക്കി എടുക്കുകയാണ്. എക്സ് മൈനസ് പൈ ബൈ 2 ഈക്വൽ ടു വൈ. അപ്പോൾ എക്സ് ടെൻസ് ടു ഇവിടെ എന്താണ്? എക്സ് ടെൻസ് ടു പൈ ബൈ 2. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ പൈ ബൈ 2 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ എന്താവും? പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 0 ആവും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2വിന് പകരം നമുക്ക് എന്ത് എഴുതാം? വൈ ടെൻസ് ടു 0. ഓക്കെ, ടാൻ 2 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കാം? വൈ പ്ലസ് പൈ ബൈ 2. അതായത് മൊത്തത്തിൽ വൈയുടെ ടേംസിലേക്ക് മാറ്റുകയാണ്. ഓൾ ഡിവൈഡഡ് ബൈ വൈ. ലിമിറ്റ് y ടെൻസ് ടു 0 ടാൻ ഈ 2വിനെ അകത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ 2y പ്ലസ് 2 ഇൻറ്റു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ പൈ ഡിവൈഡഡ് ബൈ വൈ. ഇപ്പോൾ ടാൻ പൈ പ്ലസ് സംതിങ്, ടാൻ പൈ പ്ലസ് ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും? ടാൻ പൈ പ്ലസ് ഫോർ എക്സാമ്പിൾ ടാൻ പൈ പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക? തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ എന്താണ്? പോസിറ്റീവാണ്. ടാനും കോട്ടും തേർഡ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. സോ ടാൻ പോസിറ്റീവ് ആയതുകൊണ്ട് ലിമിറ്റ് വൈ ടെൻസ് ടു 0 ടാൻ പൈ പ്ലസ് 2 പൈ എന്താവും? ടാൻ 2 പൈ ഡിവൈഡഡ് ബൈ വൈ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ടാൻ 2yനെ നമ്മൾ സൈൻ 2y ബൈ കോസ് 2y എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതെന്താവും? ലിമിറ്റ് വൈ ടെൻസ് ടു 0 സൈൻ 2y ഡിവൈഡഡ് ബൈ അവിടെ ഓൾറെഡി ഉള്ള y ഇൻറ്റു കോസ് 2y. ഓക്കെ,
ഇനി നമ്മളിവിടെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അറ്റ് ദ സെയിം ടൈം ഡിവൈഡ് ചെയ്യുകയും ചെയ്യാണ്. കാരണം ഇവിടെ 2y വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ 2y ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2y ഇൻറ്റു കോസ് 2y. ഓക്കെ, അപ്പോൾ ലിമിറ്റ് y ടെൻസ് ടു 0 എന്ന് പറഞ്ഞാലും 2y ടെൻസ് ടു 0 എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ 2y ടെൻസ് ടു 0 സൈൻ 2y ഡിവൈഡഡ് ബൈ 2y ഇൻറ്റു ഈ ലിമിറ്റ് എന്തിനും ബാധകമാണ്, ബാക്കിയുള്ള ഈ ഫംഗ്ഷനും ബാധകമാണ്. സോ അവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് y ടെൻസ് ടു 0 2 ഡിവൈഡഡ് ബൈ കോസ് 2y. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താവും, 1 ആവും. ഇൻറ്റു ഇവിടെ വൈക്ക് 0 കൊടുത്താൽ എന്താവും, കോസ് 0 1 വരും. 2 ഡിവൈഡഡ് ബൈ 1 2. സോ 1 ഇൻറ്റു 2 ഈസ് ആൻസർ ഈസ് 2. സോ ആൻസർ എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. ഇനി 23rd ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആൻഡ് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും കാണണം, അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സും കാണണം. ഓക്കെ, ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 where x less than or equal to 0, 3 into x plus 1 into x where x greater than 0. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷൻ 2x plus 3 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തു, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഏതാ വരിക, എഫ് ഓഫ് എക്സ് ഏതാ വരിക, 2x plus 3 ഈക്വൽ ടു എക്സിന് 0 കൊടുക്കുമ്പോൾ ആൻസർ ഈസ് 3. ഇനി എന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ട് അല്ലേ, കാരണം ഇവിടെ എന്താണ് ഓരോന്ന് സെപ്പറേറ്റ് തന്നിരിക്കുക, അതുകൊണ്ടാണ് 0 മൈനസും 0 പ്ലസും ഒക്കെ സെപ്പറേറ്റ് കാണുന്നത്. 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഫംഗ്ഷൻ എന്താണ്, 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ്. അവിടെ എന്ത് വരും, സോറി ഇവിടെ എക്സ് ഇല്ല കേട്ടോ, 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഉള്ളൂ. 3 ഇൻറ്റു എക്സ് പ്ലസ് 1 വേറെ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളൂ. അപ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോൾ എന്ത് വരും, ആൻസർ ഈസ് 3. അപ്പോൾ ഇവിടെ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എല്ലാം എന്താണ്, ഈക്വലാണ്. അത് നമുക്ക് എഴുതണമെങ്കിൽ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ ഏതാണ്, ഇതാണ് ഫംഗ്ഷൻ, അതും എന്താണ് 3 തന്നെയാണ്. ഇതെല്ലാം ഈക്വൽ ടു എന്താണ്, 3 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ് ടെൻസ് ടു 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എവിടെ തന്നെയാണ് വരിക, ഈ ഫംഗ്ഷൻ തന്നെയാണ് വരിക. റീസൺ എന്താണ്, 1ന് ലെഫ്റ്റിലേക്കുള്ളത്. അപ്പോൾ 1 എവിടെയാണ് വരിക, ഈ ഫംഗ്ഷനിലാണ് വരിക. 1 എന്ന് പറഞ്ഞാൽ 0നേക്കാളും വലിയതാണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിടത്താണ് 1 വരിക. സോ 1ൻ്റെ ലെഫ്റ്റിലേക്കായാലും 1ൻ്റെ റൈറ്റിലേക്കായാലും ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാലും എല്ലാം ഏത് ഫംഗ്ഷൻ തന്നെയാണ്, 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. സോ എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സും എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഫംഗ്ഷൻ എന്താണ്, 3 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇപ്പോൾ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3 ഇൻറ്റു 1 പ്ലസ് 1 ദാറ്റ് ഈസ് 6. അപ്പോൾ നമുക്ക് ആൻസർ എന്തൊക്കെയാണ് കിട്ടുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് 3 എന്നും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് 6 എന്നും കിട്ടി. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ 24. Find limit x tends to 1 f of x where f of x equal to x square minus 1 where x less than or equal to 1 minus x square minus 1 where x greater than 1. അപ്പോൾ ഇവിടെ എന്ത് വരും, ഫസ്റ്റ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്, 1ൽ താഴെ വരുന്നത്
അപ്പോൾ ഈ ഫംഗ്ഷൻ വരും. ഇപ്പോൾ 1 - 1 വരുമ്പോൾ 0. ഓക്കെ. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എവിടെ തന്നെ വരും? ഫസ്റ്റ് ഫംഗ്ഷൻ തന്നെ, അതും എന്ത് തന്നെ വരും? 0 വരും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്, അതേത് വരും? ഈ ഫംഗ്ഷൻ. സ്റ്റെപ്പ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ വീണ്ടും എഴുതാത്ത, അതുകൊണ്ടാണ് ഡയറക്റ്റ് ആൻസർ എഴുതി പോകുന്നത് കേട്ടോ. ഇവിടെ -1 - 1 ദാറ്റ് ഈസ് -2 എന്ന് വന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണോ? ഈക്വൽ അല്ല. സോ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ വരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ഫൈനൽ എഴുതണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതണം. എന്തുകൊണ്ടാണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവാത്തത് കൊണ്ട്. ഓക്കെ.